ഞാൻ പുതുപ്പള്ളിയിലെ തന്നെ ഉദാഹരണം പറഞ്ഞല്ലോ. പുതുപ്പള്ളിയിൽ അതിന് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി മത്സരിച്ചപ്പോഴുണ്ടായിരുന്ന പോളിംഗ് പെർസെൻറ്റേജിനേക്കാൾ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പം മഹാഭൂരിപക്ഷമല്ലേ കിട്ടിയത്. പുതുപ്പള്ളിയുടെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷമല്ലേ കിട്ടിയത്. അത് റീസൺ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഭൂരിപക്ഷം പോകും എന്ന് പറയുന്ന നമ്മളുടെ ആർഗ്യുമെൻ്റ് പഴകി തിരുമ്പിച്ചതാണ്. അത് നിലനിൽക്കാത്തതാണ്. അത് പുതുപ്പള്ളിയുടെ തന്നെ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ മാത്രമല്ല, ഞാൻ പറയും പുതുപ്പള്ളിയിലെ ഇവിടെ പാമ്പാടിയിലെ ഒരു ബൂത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ പലയിടത്തും നോക്കുമ്പോൾ ഈ വ്യതിയാനങ്ങളുണ്ട്. പക്ഷേ ആ വോട്ടിംഗ് ചെയ്ത ആളുകളിലെ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ആണ്. അത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗത്തെ മാത്രം പിടിച്ചുകൊണ്ട് ഈ ഭൂരിപക്ഷത്തെ അളക്കുന്ന പഴയ അളവുകോല് പോയി. ആ സമ്പ്രദായവും മാറി. അതിനേക്കാൾ വ്യത്യസ്തമായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല രൂപത്തിലുള്ള ഭൂരിപക്ഷം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് കൃത്യമായി ജനങ്ങളുടെ റിയാക്ഷനിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അടുത്തത് ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറല്ലേ ഈ ഗവൺമെൻറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇവർ വോട്ട് ചോദിക്കുന്ന എന്തിനു വേണ്ടി എന്ന ആളുകളെ സംശയിക്കല്ലേ. BJP ആയിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ഇതുവരെ പറഞ്ഞു നടന്ന ആളുകൾ അവരുടെ അടുക്കളയിൽ നിന്നാണ് BJPക്കാർക്ക് സ്വീകരണം കൊടുത്തത് എന്നുള്ളത് ഇപ്പോൾ കണ്ടില്ലേ. BJP ആയിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. എന്നിട്ടോ കോൺഗ്രസിനകത്തുനിന്നുള്ള ആളുകളെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രേരക ശക്തിയായിട്ട് നിന്ന് അവർ രാസത്വരകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി. അവസാനം എന്തായി? ഞങ്ങളുടെ പൂമുഖം വൃത്തിയായി, പക്ഷേ അവരുടെ അടുക്കള അലങ്കോലായി. അതാണ് ഉണ്ടായത്. അത് അവിടെയാണ് BJPക്കാർ ചെന്ന് കയറിയിട്ടുള്ളത്. ഞങ്ങളുടെ ഒന്നുമല്ല. അല്ല, ആവേശം എന്ന് പറയുന്ന ആപേക്ഷിയല്ലേ. ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആവേശം മറ്റൊരു വ്യക്തിക്കുണ്ടാകണമെന്നില്ല. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകർക്ക് നല്ല ആവേശമായിരുന്നു. കാരണം ഞങ്ങൾ സമാന രൂപത്തിലുള്ള ചിന്തയുള്ളവരും സമാന രൂപത്തിൽ കാര്യങ്ങളെ ദർശിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ നല്ല ആവേശത്തിലായിരുന്നു. ആവേശമില്ലാത്ത ആളുകളുണ്ടാകും, തണുത്ത് ഉറച്ചു പോയിട്ടുള്ള ആളുകളുണ്ടാകും. കാരണം ഈ 8 കൊല്ലക്കാലത്തെ ഭരണം കണ്ടിട്ട് ഇനി രക്ഷയില്ല എന്ന് കരുതിയിട്ടുള്ള ആളുകൾക്ക് ഒരാവേശവും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ആളുകൾ നല്ല ആവേശത്തെ, കാരണം ഞങ്ങളൊരു മാറ്റത്തിന് വേണ്ടിയാണ്. ഇന്ത്യ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിലേക്ക് പോകുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ സംഭാവന ചെയ്തേ മതിയാകൂ എന്ന് കേരള ജനസമൂഹം ഒരുപോലെ ആഗ്രഹിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. ആ പ്രവർത്തനമാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത്. നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്ന പ്രത്യാശ ഉണ്ടാകും. ചിലപ്പോൾ വലിയ പ്രത്യാശയാണ്, ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടേക്കും എന്നൊരു പ്രത്യാശ. അവരാ പ്രത്യാശയായിട്ട് പോകട്ടെ. അതുകൊണ്ട് അവർക്ക് നല്ല ദീർഘായുസ് കിട്ടും. അത് കിട്ടിപ്പോട്ടെ. അതിലൊന്നും ഞങ്ങൾക്കെതിരില്ല. പക്ഷേ ഈ വോട്ടിനെ ബാധിക്കുമെന്നുള്ള പ്രശ്നം, ഈ വോട്ടിനെ ബാധിക്കുന്ന പ്രശ്നമില്ല. അതാ ഞാൻ പറഞ്ഞ ആവേശം ആപേക്ഷിയാണെന്ന് പറഞ്ഞത്. അതൊരു പൊതു അഭിപ്രായമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഒരു വ്യക്തിക്ക്, ഈ പറയുന്ന ഒരാളിന് ചിലപ്പോൾ ആവേശം ഉണ്ടായിട്ടുണ്ടാവില്ല. അത് സാരമില്ല, അടുത്ത പ്രാവശ്യം ഞങ്ങൾ ആവേശം ഉണ്ടാക്കി തരാം. അതുകൊണ്ട് ഇതൊന്നും ആവേശമല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏതായി ആവേശം? കാരണം ഇതുപോലെ ഒരു ദുർഭരണത്തെ താഴെ ഇറക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അതേ ആവേശമല്ല എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് കൊടുക്കുന്നത്? വോട്ട് കൊടുക്കാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് പറ. നമ്മളുടെ ഏതെങ്കിലും നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണോ? നാടിൻ്റെ പൊതു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമായിട്ടാണോ? നമ്മളുടെ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് അത് മുന്നോട്ട് പോയത് കൊണ്ടാണോ? കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടർ മെച്ചപ്പെട്ടത് കൊണ്ടാണോ? കേരളത്തിലെ സാമ്പത്തിക ഘടന മെച്ചപ്പെട്ടത് കൊണ്ടാണോ? ഒന്നുമല്ല. ആ ഒരു ആവേശം, ഒരു ഭരണമെന്ന് പറയുന്ന ഒരു വികാരം, അങ്ങനെ ഒരു സെൻസ് ജനങ്ങൾക്കില്ല.
ഇതൊരു കൂട്ടം ആളുകൾ അവരോടി നടക്കുന്നു, സർക്കാരിൻ്റെ വക ഒരു സൗകര്യങ്ങൾ വിനിയോഗിക്കുന്നു. പൊയ്ക്കോട്ടെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ ജനങ്ങളുടെയും തോന്നൽ അതുതന്നെയാണ്, ഇവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളത് തന്നെയാണ്. ഇടതുണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യ ഉണ്ടായിരുന്നല്ലോ. ഇടതുണ്ടായതെന്താ? ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടതിൻ്റെ പങ്കെന്താ? എന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ലല്ലോ. പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന്റെ നെഞ്ചിൽ വെടിയേറ്റിട്ടാണ് അവനാണ് മരിച്ചു വീഴുമ്പോൾ ഈ കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചത്. സ്വാതന്ത്ര്യം നേടിയ ആ ദിവസം വഞ്ചനാ ദിനം ആചരിച്ച ആളുകളാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് ഇപ്പം പറയുന്നത് 75 കൊല്ലം കഴിഞ്ഞ്. അന്ന് കരുദിനായിരുന്നില്ലേ? 1947 ഓഗസ്റ്റ് 15-ാം തീയതി കരിദിനം ആചരിക്കില്ലായിരുന്നോ? ഇവിടെ തെലങ്കാന സമരം കൊണ്ടുവന്നില്ലേ? എന്നിട്ട് ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കിയില്ലേ? റെയിൽവേ പാളങ്ങൾ തകർത്തില്ലേ? ഇവിടെ കൊണ്ടാക്കാവുന്ന എല്ലാ കോലാഹലവും ഉണ്ടാക്കിയില്ലേ? ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലുണ്ടാകുന്ന അസ്ഥിരത എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ പണിയൊക്കെ നടത്തിയിട്ടും ഇന്ത്യ ഉണ്ടായല്ലോ. ഇപ്പം പറയുക ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യ ഉള്ളത് കൊണ്ടാണ് ആ ഇടത് ഇപ്പം നിൽക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി.